Next question, find the shortest distance from the origin to the hyperbola x square plus 8xy plus 7y square equal to 225. So ഇവിടെ x square plus 8xy plus 7y square equal to 225 എന്നുള്ള ഹൈപ്പർബോളയിൽ നിന്നും ഒറിജിനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിന് പകരം x square plus 8xy plus 7y square equal to 225 എന്നുള്ള ഹൈപ്പർബോളയിൽ നിന്നും ഒറിജിനിലേക്ക് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ട് കിടക്കുന്ന പോയിൻ്റ് ഏതാണോ അത് കണ്ടുപിടിക്കുന്നു. ദെൻ ആ ഒരു പോയിന്റിൽ നിന്നും ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഒ എന്നുള്ളത് ഒറിജിനായിട്ട് എടുക്കുന്നു. പി എക്സ് വൈ എന്നുള്ളത് ആ ഒരു ഹൈപ്പർബോളയിലെ ആർബിട്രറി ആയിട്ടുള്ള ഒരു പോയിൻ്റ്. ദെൻ ആ ഒരു പോയിൻറ്റും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്നുള്ളത് വെക്റ്റർ ഒ പിയുടെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. സോ അത് വരുന്നത് റൂട്ട് ഓഫ് എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 0 ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. സോ നമുക്ക് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 8xy പ്ലസ് 7y സ്ക്വയർ ഈക്വൽ ടു 225. ദെൻ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് മിനിമം ആയിരിക്കും വെൻ എവർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് മിനിമം. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് മിനിമം ആകുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ളത് മിനിമം ആയിരിക്കും. മോഡുലസ് ഓഫ് വെക്റ്റർ ഒ പി എന്നുള്ളത് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിക്കാൻ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് അതിനും ഈസി ആയിട്ട് നമുക്ക് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടുപിടിച്ച് കാൽക്കുലേഷൻസ് എല്ലാം ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. സോ നമുക്ക് ഹൈപ്പർബോളയിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് മോഡുലസ് ഓഫ് വെക്റ്റർ ഒ പിയുടെ മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നതിന് പകരമായിട്ട് എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ദെൻ പുതിയൊരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വൈ ഡിഫൈൻ ചെയ്യുന്നു. ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 8xy പ്ലസ് 7y സ്ക്വയർ മൈനസ് 225. സോ എക്സ് സ്ക്വയർ പ്ലസ് 8xy പ്ലസ് 7y സ്ക്വയർ ഈക്വൽ ടു 225 എന്നുള്ള ഹൈപ്പർബോളേനെ നമുക്ക് ജി ഇൻവേഴ്സ് ഓഫ് 0 അതായത് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നുള്ള ലെവൽ കർവായിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദി മിനിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വൈ സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻറ്റ് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ദെൻ ലഗ്രാഞ്ചെ മൾട്ടിപ്ലയേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി അതുപോലെ ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ഈ രണ്ട് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള എക്സും വൈയും ലാംഡയും കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് ആദ്യം ഗ്രേഡിയൻറ്റ് വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഡോ എഫ് ബൈ ഡോ എക്സ് എന്നുള്ളത് 2x, ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു 2y, ഡോ ജി ബൈ ഡോ എക്സ് ഈക്വൽ ടു 2x പ്ലസ് 8y, ഡോ ജി ബൈ ഡോ വൈ ഈക്വൽ ടു 14y പ്ലസ് 8x. സോ ഗ്രേഡിയൻറ്റ് വെക്റ്റർ ഓഫ് എഫ് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ വിച്ച് ഇസ് ഈക്വൽ ടു 2xi പ്ലസ് 2yj. അതുപോലെ തന്നെ ഗ്രേഡിയൻറ്റ് വെക്റ്റർ ഓഫ് ജി ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ജി ബൈ ഡോ വൈ ജെ സോ വിച്ച് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 8y ഐ പ്ലസ് 14y പ്ലസ് 8x ജെ. ദെൻ ഫസ്റ്റ് ഇക്വേഷൻ അതായത് ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി അത് കൺസിഡർ ചെയ്യുമ്പോൾ അതിൽ ഡെൽ എഫിനും ഡെൽ ജിക്കും പകരം ഇപ്പോൾ കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2xi പ്ലസ് 2yj ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2x പ്ലസ് 8y ഐ പ്ലസ് 14y പ്ലസ് 8x ജെ which implies 2x equal to 2x plus 8y lambda and 2y equal to 14y plus 8x lambda which implies x equal to x plus 4y into lambda and y equal to 7y plus 4x into lambda. First equation നിന്നും 1 minus lambda into x equal to 4 lambda y. Second equation നിന്നും 1 minus 7 lambda y equal to 4 lambda x which implies y equal to 4 lambda x divided by 1 minus 7 lambda. ദെൻ ആദ്യത്തെ ഇക്വേഷനിൽ അതായത് 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈക്വൽ ടു 4 ലാംഡ വൈ അതിൽ വൈക്ക് പകരം ഇപ്പോൾ കിട്ടിയത് അതായത് വൈ ഈക്വൽ ടു 4 ലാംഡ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 7 ലാംഡ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. സോ വിച്ച് ഇംപ്ലൈസ് 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഈക്വൽ ടു 4 ലാംഡ ഇൻറ്റു 4 ലാംഡ എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് 7 ലാംഡ വിച്ച് ഇംപ്ലൈസ് 1 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് 7 ലാംഡ ഇൻറ്റു എക്സ് ഈക്വൽ ടു 16 ലാംഡ സ്ക്വയർ എക്സ്. എല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 1 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് 7 ലാംഡ മൈനസ് 16 ലാംഡ സ്ക്വയർ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 0 ഓർ 1 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് 7 ലാംഡ മൈനസ് 16 ലാംഡ സ്ക്വയർ ഈക്വൽ ടു 0. ദെൻ സെക്കൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 1 മൈനസ് 8 ലാംഡ പ്ലസ് 7 ലാംഡ സ്ക്വയർ മൈനസ് 16 ലാംഡ സ്ക്വയർ ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് 1 മൈനസ് 8 ലാംഡ മൈനസ് 9 ലാംഡ സ്ക്വയർ ഈക്വൽ ടു 0. ദെൻ അതൊന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 9 ലാംഡ സ്ക്വയർ പ്ലസ് 8 ലാംഡ മൈനസ് 1 ഈക്വൽ ടു 0.
ദെൻ നമുക്കത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാവുന്നതാണ്. ലാംഡ ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. അത് യൂസ് ചെയ്യുമ്പോൾ ലാംഡ ഈക്വൽ ടു -1 ഓർ ലാംഡ ഈക്വൽ ടു 1/9 എന്ന് കിട്ടും. അതായത് ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി എന്നുള്ള കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കണം, ഓർ ലാംഡ ഈക്വൽ ടു -1 ഓർ ലാംഡ ഈക്വൽ ടു 1/9. നമുക്ക് 3 പോസിബിലിറ്റീസ് ഉണ്ട്. ആദ്യത്തെ പോസിബിലിറ്റി നോക്കാം. ഇഫ് എക്സ് ഈക്വൽ ടു 0, ആദ്യത്തെ കണ്ടീഷൻ അതാണ്, എക്സ് ഈക്വൽ ടു 0. ദെൻ വൈ എന്നുള്ളത് 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ 4 ലാംഡ ആയതുകൊണ്ട് വൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. പക്ഷേ 0 എന്നുള്ള പോയിൻ്റ് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. സോ 0 എന്നുള്ള പോയിൻ്റ് ഗിവൻ ഹൈപ്പർബോളയിലുള്ള ഒരു പോയിൻ്റ് അല്ല. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 എന്നുള്ളത് പോസിബിൾ അല്ല. സോ എക്സ് നോട്ട് ഈക്വൽ ടു 0. ദെൻ 2 പോസിബിലിറ്റീസ് ആണ്, ലാംഡ ഈക്വൽ ടു -1 ഓർ ലാംഡ ഈക്വൽ ടു 1/9. ദെൻ ലാംഡ ഈക്വൽ ടു -1 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് 4y, അതുപോലെ വൈ ഈക്വൽ ടു ലാംഡ ഇൻറ്റു 7y പ്ലസ് 4x നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുള്ളതാണ്. അതിൽ ലാംഡയ്ക്ക് പകരം -1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് പ്ലസ് 4y വിച്ച് ഇംപ്ലൈസ് 2x ഈക്വൽ ടു -4y വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു -2y. ദെൻ എക്സ് ഈക്വൽ ടു -2y എന്നുള്ളത് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ -2y ഹോൾ സ്ക്വയർ പ്ലസ് 8 ഇൻറ്റു -2y ഇൻറ്റു y പ്ലസ് 7y സ്ക്വയർ -225 ഈക്വൽ ടു 0. That is -5y square equal to 225, which implies y square equal to -225 divided by 5, which is equal to -45. അതായത് y square equal to -45. പക്ഷേ അതിന് റിയൽ റൂട്ടൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു പോസിബിലിറ്റിയും തള്ളിക്കളയാവുന്നതാണ്. നമുക്ക് ആ ഒരു ഫംഗ്ഷൻ്റെ എക്സ്ട്രീം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്സിൻ്റെ പ്രത്യേകത ഇതാണ്. ലഗ്രാഞ്ച് മൾട്ടിപ്ലൈസ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജിയും അതുപോലെ ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0യും ഈ 2 ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള എക്സും വൈയും ലാംഡയുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ആദ്യത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് 3 കണ്ടീഷൻസ് കിട്ടി. ഒന്നുകിൽ എക്സ് ഈക്വൽ ടു 0 ആയിരിക്കണം, അതല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു -1 ആയിരിക്കണം, അതല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു 1/9 ആയിരിക്കണം. ആദ്യത്തെ കേസിൽ 0 എന്നുള്ള പോയിൻ്റ് ആ ഒരു ഹൈപ്പർബോളയിലെ പോയിൻ്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ഒരു പോസിബിലിറ്റി തള്ളിക്കളയാവുന്നതാണ്. അത് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 പോസിബിലിറ്റീസാണ്, ലാംഡ ഈക്വൽ ടു -1ഉം അതുപോലെ ലാംഡ ഈക്വൽ ടു 1/9ഉം. അതിൽ ആദ്യത്തെ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ലാംഡ ഈക്വൽ ടു -1 ആകുമ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു -2y എന്ന് കിട്ടി. ദെൻ സെക്കൻഡ് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വൈ സ്ക്വയർ ഈക്വൽ ടു -45 എന്നാണ് കിട്ടിയത്. സോ അതിൽ നിന്നും വൈ എന്നുള്ളത് ഒരു റിയൽ നമ്പർ ആയിട്ട് നമുക്ക് കിട്ടില്ല, ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അതിന് റിയൽ റൂട്ടൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ലാംഡ ഈക്വൽ ടു -1 എന്നുള്ളത് പോസിബിൾ അല്ല. ദെൻ ആകെയുള്ളൊരു പോസിബിലിറ്റി ലാംഡ ഈക്വൽ ടു 1/9 ആണ്. ലാംഡ ഈക്വൽ ടു 1/9 ആകുമ്പോൾ ആദ്യത്തെ ഇക്വേഷനിൽ നിന്നും, അതായത് എക്സ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു എക്സ് പ്ലസ് 4y, ഇതിൽ നിന്നും എക്സ് ഈക്വൽ ടു 1/9 എക്സ് പ്ലസ് 4/9 y വിച്ച് ഇംപ്ലൈസ് 8/9 എക്സ് ഈക്വൽ ടു 4/9 y വിച്ച് ഇംപ്ലൈസ് 2x ഈക്വൽ ടു y. സോ ലാംഡ ഈക്വൽ ടു 1/9 ആകുമ്പോൾ y ഈക്വൽ ടു 2x എന്ന് കിട്ടും. നമുക്കവിടെ പോയിൻ്റ് കിട്ടിയിട്ടില്ല, ഒരു കണ്ടീഷനാണ്. ദെൻ ആ ഒരു കണ്ടീഷൻ രണ്ടാമത്തെ ഇക്വേഷനിൽ, അതായത് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 8x ഇൻറ്റു 2x പ്ലസ് 7 ഇൻറ്റു 2x ഹോൾ സ്ക്വയർ -225 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 45x സ്ക്വയർ ഈക്വൽ ടു 225 വിച്ച് ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 5. അതിന് റിയൽ റൂട്ട് എക്സിസ്റ്റ് ചെയ്യും. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √5 ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു 5 ആകുമ്പോൾ വൈ ഈക്വൽ ടു 2x ആയതുകൊണ്ട് വൈ സ്ക്വയർ ഈക്വൽ ടു 4x സ്ക്വയർ. സോ 4 ഇൻറ്റു 5 വിച്ച് ഇസ് ഈക്വൽ ടു 20 വിച്ച് ഇംപ്ലൈസ് വൈ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2√5. സോ എക്സിന് 2 പോസിബിലിറ്റീസ് ഉണ്ട്, അതുപോലെ വൈക്കും 2 പോസിബിലിറ്റീസ് ഉണ്ട്. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 4 പോയിൻറ്റ്സ് കിട്ടും. √5, 2√5, √5, -2√5, -√5, 2√5 ആൻഡ് -√5, -2√5. അങ്ങനെ 4 പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. പക്ഷേ അതിൽ 2 പോയിൻറ്റ്സ് ഹൈപ്പർബോളയിലെ പോയിൻറ്റ്സ് അല്ല. അതല്ലെങ്കിൽ y ഈക്വൽ ടു 2x എന്നുള്ളതിൽ നിന്നും എക്സിനും വൈക്കും സെയിം സൈൻ ആണെന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് സെക്കൻഡും തേർഡും പോയിൻറ്റ്സ് റൂൾഡ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ്. സെക്കൻഡും തേർഡും പോയിൻറ്റ്സിൽ എക്സിനും വൈക്കും ഡിഫറെൻറ്റ് സൈൻസ് ആണ്. അതുകൊണ്ട് ആ 2 പോയിൻറ്റ്സും നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ആ 2 പോയിൻറ്റ്സും, അതായത് √5, -2√5 അതുപോലെ -√5, 2√5 എന്നുള്ള 2 പോയിൻറ്റ്സും ഗിവൻ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതായത് ആ 2 പോയിൻറ്റ്സും ഹൈപ്പർബോളയിലെ പോയിൻറ്റ്സ് അല്ല.
അതുകൊണ്ടും നമുക്ക് ആ രണ്ട് പോയിൻറ്റ്സും ഒഴിവാക്കാവുന്നതാണ്. സോ നമുക്ക് ഉള്ള രണ്ട് പോസിബിലിറ്റീസ് ഇതാണ് √5, അതുപോലെ -√5, -2√5. എന്തായാലും x² 5 അതുപോലെ y² 20 ആയിരിക്കും. Therefore, the extreme value of the function f of xy = x² + y², where xy are the points on the hyperbola x² + 8xy + 7y² = 225, is attained when x² 5 and y² 20. So the extreme values of the function f on the hyperbola is attained at the points √5, 2√5 and -√5, -2√5. Then ഈ രണ്ട് പോയിൻറ്റ്സിനും എഫിൻ്റെ വാല്യൂ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. എഫ് ഓഫ് √5, 2√5 എന്നുള്ളത് 25 ആണ്. അതുപോലെ തന്നെ എഫ് ഓഫ് -√5, -2√5 എന്നുള്ളതും 25 ആണ്. എഫ് ഓഫ് xy = 25 എന്നുള്ളതിന് മാക്സിമം വാല്യൂ ആവാനുള്ള ചാൻസ് ഇല്ല. എന്തായാലും എഫിൻ്റെ എക്സ്ട്രീം വാല്യൂ ആണ് ഈ രണ്ട് പോയിൻറ്റ്സിലും അറ്റൈൻ ചെയ്യുന്നത്. എഫ് ഓഫ് xy = 25 എന്നുള്ളത് ആ ഒരു ഹൈപ്പർബോളയിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം വാല്യൂ ആവാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് അത് മിനിമം വാല്യൂ ആയിരിക്കും. എന്തായാലും അത് എക്സ്ട്രീം വാല്യൂ ആയതുകൊണ്ട് ഒന്നുകിൽ മാക്സിമം വാല്യൂ ആയിരിക്കും, അതല്ലെങ്കിൽ മിനിമം വാല്യൂ ആയിരിക്കും. എഫ് ഓഫ് xy > 25 ആയിട്ട് വരുന്ന വിധത്തിൽ ഗിവൺ ഹൈപ്പർബോളയിലെ ഒരുപാട് പോയിൻറ്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് 25 എന്നുള്ളത് എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ആവാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ട് അത് മിനിമം വാല്യൂ ആയിരിക്കും. അതല്ലെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് യൂസ് ചെയ്ത് √5, 2√5 അതുപോലെ -√5, -2√5 എന്നുള്ള രണ്ട് പോയിൻറ്റ്സിലും എഫിന് ലോക്കൽ മിനിമം വാല്യൂ ആണ് അറ്റൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് വെരിഫൈ ചെയ്ത് നോക്കാവുന്നതാണ്. വേണമെങ്കിൽ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതിനുവേണ്ടി fxx എന്നുള്ളത് 2 ആണ് കോൺസ്റ്റൻറ്റ് വാല്യൂ, അതുപോലെ fyy എന്നുള്ളതും 2 ആണ്. fxy = 0, മൂന്ന് വാല്യൂസും കോൺസ്റ്റൻറ്റ്സ് ആണ്. സോ √5, 2√5 അതല്ലെങ്കിൽ -√5, -2√5 ഈ രണ്ട് പോയിൻറ്റ്സിലും fxxൻ്റെ വാല്യൂ 2 ആണ്, അത് >0 ആണ്. അതുപോലെ തന്നെ എഫിൻ്റെ ഡിസ്ക്രിമിനൻ്റ് fxx × fyy - fxy² എന്നുള്ളത് 4 ആണ്, >0 ആണ് രണ്ട് പോയിൻറ്റ്സിലും. അതുകൊണ്ട് √5, 2√5 അതുപോലെ -√5, -2√5 ഈ രണ്ട് പോയിൻറ്റ്സിലും എഫ് ഓഫ് xy എന്നുള്ള ഫംഗ്ഷന് ലോക്കൽ മിനിമം ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിൽ നിന്നും എഫ് ഓഫ് xy എന്നുള്ള ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ആണ് 25 എന്ന് നമുക്ക് കിട്ടും. ദെൻ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഗിവൺ ഹൈപ്പർബോളയിൽ നിന്നും ഒറിജിനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. നമുക്കിപ്പോൾ കിട്ടി ഒറിജിനോട് ക്ലോസസ്റ്റ് ആയിട്ട് കിടക്കുന്ന രണ്ട് പോയിൻറ്റ്സ് ഉണ്ട് ഹൈപ്പർബോളയിൽ. അതാണ് √5, 2√5 അതുപോലെ -√5, -2√5 ഈ രണ്ട് പോയിൻറ്റ്സും നമ്മളോട് ചോദിച്ചിട്ടില്ല. ഹൈപ്പർബോളയിൽ നിന്നും ഒറിജിനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡിസ്റ്റൻസ് വരുന്നത് മോഡുലസ് ഓഫ് വെക്റ്റർ OP ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു √x² + y². ഈ രണ്ട് പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് √x² + y² എന്നുള്ളത്, അതായത് ഒറിജിനിൽ നിന്നും ആ രണ്ട് പോയിൻറ്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് √5 + 20 വിച്ച് ഈസ് ഈക്വൽ ടു √25 വിച്ച് ഈസ് ഈക്വൽ ടു 5. സോ അതാണ് 5 യൂണിറ്റ് ആണ് ഗിവൺ ഹൈപ്പർബോളയിൽ നിന്നും ഒറിജിനിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് ദി ഫംഗ്ഷൻ f of xy = 3x + 4y ഓൺ ദി സർക്കിൾ x² + y² = 1. സോ നമുക്ക് f of xy = 3x + 4y എന്നുള്ള ഫംഗ്ഷൻ്റെ മാക്സിമം മിനിമം വാല്യൂസ് ആണ് ഗിവൺ സർക്കിളിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം പുതിയൊരു ഫംഗ്ഷൻ g of xy കൺസിഡർ ചെയ്യുന്നു. g of xy = x² + y² - 1. സോ നമുക്ക് x² + y² = 1 എന്നുള്ള സർക്കിളിനെ g of xy = 0 എന്നുള്ള ലെവൽ കർവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദി എക്സ്ട്രീം വാല്യൂസ് ഓഫ് f of xy = 3x + 4y സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻറ്റ് g of xy = x² + y² - 1 = 0. സോ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയേഴ്സ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ∇f = λ × ∇g അതുപോലെ g of xy = 0 ഈ രണ്ട് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള എക്സും വൈയും ലാംഡയും കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം എഫിൻ്റെയും ജിയുടെയും ഗ്രേഡിയൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി fx എന്നുള്ളത് 3 ആണ്, fy എന്നുള്ളത് 4, gx = 2x അതുപോലെ gy = 2y. സോ ഗ്രേഡിയൻ വെക്റ്റർ ഓഫ് f = ∂f/∂xi + ∂f/∂yj which is equal to 3i + 4j. Similarly ∇g = 2xi + 2yj. ദെൻ നമുക്ക് ∇f = λ × ∇g അതുപോലെ g of xy = 0 ഈ രണ്ട് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള എക്സും വൈയും ലാംഡയുമാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ആദ്യത്തെ ഇക്വേഷനിൽ നിന്നും, അതായത് ∇f = λ × ∇g, അതിലെ ∇fന് പകരം 3i + 4j
അതുപോലെ ഡെൽ ജിക്ക് പകരം 2xi പ്ലസ് 2yj ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 3i പ്ലസ് 4j ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2xi പ്ലസ് 2yj വിച്ച് ഇംപ്ലൈസ് 3 ഈക്വൽ ടു 2 ലാംഡ എക്സ് ആൻഡ് 4 ഈക്വൽ ടു 2 ലാംഡ വൈ വിച്ച് ഇംപ്ലൈസ് എക്സ് ഈക്വൽ ടു 3/2 ലാംഡ ആൻഡ് വൈ ഈക്വൽ ടു 2 ലാംഡ. സോ ആദ്യത്തെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി ആയിരിക്കണമെങ്കിൽ എക്സ് ഈക്വൽ ടു 3/2 ലാംഡയും അതുപോലെ വൈ ഈക്വൽ ടു 2 ലാംഡയും ആയിരിക്കണം. ദെൻ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം, അതായത് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. അതിൽ എക്സിന് പകരം 3/2 ലാംഡ അതുപോലെ വൈക്ക് പകരം 2 ലാംഡ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 3/2 ലാംഡ ഹോൾ സ്ക്വയർ പ്ലസ് 2 ലാംഡ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 which implies 9/4 lambda square plus 4 lambda square equal to 1 which implies 9 plus 16 divided by 4 lambda square equal to 1 which implies 4 lambda square equal to 25, that is lambda square equal to 25 divided by 4. So lambda equal to plus or minus 5/2. So g of xy equal to 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ലാംഡയുടെ വാല്യൂ ഒന്നുകിൽ 5/2 ആയിരിക്കണം, അതല്ലെങ്കിൽ -5/2 ആയിരിക്കണം. So when lambda equal to 5/2, x equal to 3/2 lambda which is equal to 3/2 into 5/2 which is equal to 3/5. അതുപോലെ y equal to 2 lambda which is equal to 2/5/2 which is equal to 4/5. So lambda equal to 5/2 ആകുമ്പോൾ x equal to 3/5 അതുപോലെ y equal to 4/5. Lambda equal to -5/2 ആകുമ്പോൾ x equal to -3/5 and y equal to -4/5. സോ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 4x പ്ലസ് 3y എന്നുള്ള ഫംഗ്ഷനെ ഗിവൺ സർക്കിളിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്ട്രീം വാല്യൂസ് അറ്റൈൻ ചെയ്യുന്ന രണ്ട് പോയിൻറ്റ്സ് ആണുള്ളത്, 3/5, 4/5 അതുപോലെ -3/5, -4/5. ദെൻ ഈ രണ്ട് പോയിൻറ്റ്സിലും നമുക്ക് എഫിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിനുവേണ്ടി എഫ് ഓഫ് 3/5, 4/5 എന്നുള്ളത് 3 into 3/5 plus 4 into 4/5 which is equal to 25 divided by 5, that is 5. Then f of -3/5, -4/5 equal to 3 into -3/5 plus 4 into -4/5 which is equal to -5. എഫ് എന്നുള്ള ഫംഗ്ഷന് ഗിവൺ സർക്കിളിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്ട്രീം വാല്യൂസ് അറ്റൈൻ ചെയ്യുന്ന വിധത്തിൽ രണ്ട് പോയിൻറ്റ്സ് ആണുള്ളത്, 3/5, 4/5 ആൻഡ് -3/5, -4/5. ആ രണ്ട് പോയിൻറ്റ്സിനും എഫിൻ്റെ വാല്യൂസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, 5 and -5. അതിൽ നിന്നും എഫിന് ഗിവൺ സർക്കിളിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് മാക്സിമം വാല്യൂ വരുന്നത് 5 ആണ്. അത് അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ് 3/5, 4/5. അതുപോലെ എഫിൻ്റെ മിനിമം വാല്യൂ -5, അത് അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ് -3/5, 4/5. അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി പോയിൻറ്റ്സ് ക്ലോസസ്റ്റ് ടു ദി ഒറിജിൻ ഓൺ ദി ഹൈപ്പർബോളിക് സിലിണ്ടർ x² - z² - 1 equal to 0. സോ x² - z² - 1 ഈക്വൽ ടു 0 എന്നുള്ള ഹൈപ്പർബോളിക് സിലിണ്ടറിലെ ഒറിജിനോട് ക്ലോസസ്റ്റ് ആയിട്ട് കിടക്കുന്ന പോയിൻ്റ് അതല്ലെങ്കിൽ പോയിൻറ്റ്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. O എന്നുള്ള ഒറിജിനായിട്ട് ചൂസ് ചെയ്യുന്നു, PXYZ എന്നുള്ളത് ഗിവൺ ഹൈപ്പർബോളിക് സിലിണ്ടറിലെ ആർബിട്രറി ആയിട്ടുള്ളൊരു പോയിൻ്റ്. ദെൻ ആ ഒരു പോയിൻറ്റും ഒറിജിനും തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത് മോഡുലസ് ഓഫ് വെക്ടർ OP which is equal to root of x minus 0 whole square plus y minus 0 whole square plus z minus 0 whole square which is equal to root of x square plus y square plus z square. സോ നമുക്ക് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ മിനിമം ആയിട്ട് വരുന്ന വിധത്തിലുള്ള എക്സും വൈയും സെഡുമാണ് കണ്ടുപിടിക്കേണ്ടത്. അത് ആ ഒരു ഹൈപ്പർബോളിക് സിലിണ്ടറിലെ പോയിൻറ്റ്സും ആയിരിക്കണം. ദെൻ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷന് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യും എന്നുള്ളത് കൊണ്ട് ഗിവൺ ഹൈപ്പർബോളിക് സിലിണ്ടറിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് മോഡുലസ് ഓഫ് വെക്ടർ OPയുടെ മിനിമം വാല്യൂ കണ്ടുപിടിക്കുന്നതിന് പകരം എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ ജി ഓഫ് എക്സ് വൈ സെഡ് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, എക്സ് സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ മൈനസ് 1. ദെൻ ആ ഹൈപ്പർബോളിക് സിലിണ്ടറിനെ നമുക്ക് ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്നുള്ള ലെവൽ കർവ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. സോ we have to find the minimum value of the function f of x y z equal to x square plus y square plus z square subject to the constraint g of x y z equal to 0. Then Lagrange multipliers method യൂസ് ചെയ്യുമ്പോൾ നമുക്ക് del f equal to lambda into del g അതുപോലെ g of x y z equal to 0 ഈ രണ്ട് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള എക്സ് വൈ സെഡ് ആൻഡ് ലാംഡ കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് ആദ്യം എഫിൻ്റെയും ജിയുടെയും ഗ്രേഡിയൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാം. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് 2x ആണ്. ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു 2y.
dou f by dou z equal to 2z, dou g by dou x equal to 2x, dou g by dou y equal to 0 and dou g by dou z equal to minus 2z. So del f equal to 2xi plus 2yj plus 2zk. അതുപോലെ del g equal to 2xi minus 2zk. ദെൻ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും അതായത് del f equal to ലാംഡ ഇൻറ്റു del g, അതിൽ del fനും del gക്കും പകരം നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 2xi plus 2yj plus 2zk equal to lambda into 2xi minus 2zk, which implies 2x equal to 2 lambda x, 2y equal to 0 and 2z equal to minus 2 lambda z. So ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും x equal to 0 or ലാംഡ ഈക്വൽ ടു 1 ആ ഒരു ഇക്വേഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ, അതായത് 2x ഈക്വൽ ടു 2 ലാംഡ എക്സ് എന്നുള്ളത് ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ x ഈക്വൽ ടു 0 ആയിരിക്കണം, അതല്ലെങ്കിൽ ലാംഡ ഈക്വൽ ടു 1. ദെൻ 2y ഈക്വൽ ടു 0 ആയിരിക്കണമെങ്കിൽ y ഈക്വൽ ടു 0 ആയിരിക്കണം. അതുപോലെ 2z ഈക്വൽ ടു മൈനസ് 2 ലാംഡ z, അതിൽ നിന്നും z ഈക്വൽ ടു 0 ഓർ ലാംഡ ഈക്വൽ ടു മൈനസ് 1. ദെൻ x ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ g ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്നുള്ളതിൽ നിന്നും മൈനസ് സെഡ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു 0, ദാറ്റ് ഈസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് 1. അതിന് റിയൽ റൂട്ട് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് x ഈക്വൽ ടു 0 എന്നുള്ളത് പോസിബിൾ അല്ല. സോ ആകെയുള്ളൊരു പോസിബിലിറ്റി ലാംഡ ഈക്വൽ ടു 1 ആണ്. x നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ലാംഡ ഈക്വൽ ടു 1 ആയിരിക്കും. സോ ലാംഡ ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ ലാംഡ നോട്ട് ഈക്വൽ ടു മൈനസ് 1 തേർഡ് കണ്ടീഷനിൽ നിന്ന് z ഈക്വൽ ടു 0 ഓർ ലാംഡ ഈക്വൽ ടു മൈനസ് 1 ആണ്. സോ ഫസ്റ്റിൽ നിന്ന് നമുക്ക് ലാംഡ ഈക്വൽ ടു 1 എന്ന് കിട്ടി. സോ ലാംഡ ഈക്വൽ ടു മൈനസ് 1 എന്നുള്ളത് പോസിബിൾ അല്ല. സോ ലാംഡ ഈക്വൽ ടു 1 ആകുമ്പോൾ ലാംഡ നോട്ട് ഈക്വൽ ടു മൈനസ് 1. സോ ലാംഡ നോട്ട് ഈക്വൽ ടു മൈനസ് 1 ആയിരിക്കുമ്പോൾ എന്തായാലും z ഈക്വൽ ടു 0 ആയിരിക്കും. ഓൾറെഡി y ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് ആവശ്യമുള്ള പോയിൻറ്റ് x,0,0 ഈ ഒരു ഫോമിലായിരിക്കും. ദെൻ സെക്കൻഡ് ഇക്വേഷനിൽ നിന്നും അതായത് g ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്നുള്ളതിൽ നിന്നും അതിൽ yക്കും z-നും പകരം 0, 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ g ഓഫ് x,0,0 ഈക്വൽ ടു 0 വിച്ച് ഇംപ്ലൈസ് x സ്ക്വയർ ഈക്വൽ ടു 1, which implies x equal to plus or minus 1. So രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്, x equal to 1 or x equal to minus 1. then x equal to 1 ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ് 1,0,0. അതുപോലെ x equal to minus 1 ആകുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ് -1,0,0. then ഈ രണ്ട് പോയിൻറ്റ്സിനും നമുക്ക് എഫിൻ്റെ എക്സ്ട്രീം വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. then ഈ രണ്ട് പോയിൻറ്റ്സിനും എഫിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം. f of 1,0,0 എന്നുള്ളത് 1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1. അതുപോലെ f of മൈനസ് 1,0,0 എന്നുള്ളതും -1 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1. രണ്ടിനും സെയിം വാല്യൂ തന്നെയാണ്. ദെൻ ഇത് മാക്സിമം വാല്യൂ ആവാനുള്ള പോസിബിലിറ്റി ഇല്ല. നമുക്കിതിനേക്കാളും ഗ്രേറ്റർ വാല്യൂ ആയിട്ട് ഒരുപാട് പോയിൻറ്റ്സ് ഗിവൺ ഹൈപ്പർബോളിക് സിലിണ്ടറിൽ കിട്ടും. ഒരു എക്സാമ്പിളായിട്ട് 2,0,√3 എന്നുള്ളത് ഗിവൺ ഹൈപ്പർബോളിക് സിലിണ്ടറിലെ ഒരു പോയിൻ്റ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ വാല്യൂ വരുന്നത് 7 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1. സോ എന്തായാലും എക്സ്ട്രീം വാല്യൂ 1,0,0 എന്നുള്ള പോയിന്റിലും അതുപോലെ -1,0,0 എന്നുള്ള പോയിന്റിലും എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഒന്നുകിൽ അബ്സല്യൂട്ട് മാക്സിമം വാല്യൂ അതല്ലെങ്കിൽ അബ്സല്യൂട്ട് മിനിമം വാല്യൂ ആ ഒരു പോയിൻറ്റ്സിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യും. ദെൻ ഇവിടെ രണ്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫിൻ്റെ വാല്യൂ 1 തന്നെയാണ്. പക്ഷേ അത് മാക്സിമം വാല്യൂ ആവാനുള്ള ചാൻസ് ഇല്ല, കാരണം അതിനേക്കാളും ഗ്രേറ്റർ വാല്യൂ ആയിട്ടുള്ള ഒരുപാട് പോയിൻറ്റ്സ് നമുക്ക് ഗിവൺ ഹൈപ്പർബോളിക് സിലിണ്ടറിൽ കിട്ടും. അതിലൊരു എക്സാമ്പിളാണ് ഇവിടെ റെഫറൻസിൽ തന്നിട്ടുള്ളത്. അവിടെ ആ ഒരു പോയിൻറ്റ് 2,0,√3 എന്നുള്ളത് ആ ഒരു ഗിവൺ സിലിണ്ടറിലെ പോയിൻ്റ് ആണ്. പക്ഷേ f of 2,0,√3 എന്നുള്ളത് 7 ആണ്, അത് ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ എന്തായാലും എക്സ്ട്രീം വാല്യൂ അറ്റൈൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ഇത് മിനിമം വാല്യൂ ആയിരിക്കും. സോ എഫിൻ്റെ മിനിമം വാല്യൂ ആണ് 1. അത് അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ് 1,0,0 അതുപോലെ -1,0,0 ആണ്. ദെൻ കറസ്പോണ്ടിങ് ആയിട്ട് മോഡുലസ് ഓഫ് വെക്റ്റർ OP അതായത് റൂട്ട് ഓഫ് x സ്ക്വയർ പ്ലസ് y സ്ക്വയർ പ്ലസ് z സ്ക്വയറിൻ്റെയും മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്സ് 1,0,0 അതുപോലെ -1,0,0 ആയിരിക്കും. സോ ഗിവൺ ഹൈപ്പർബോളിക് സിലിണ്ടറിൽ ഒറിജിനോട് ക്ലോസസ്റ്റ് ആയിട്ട് കിടക്കുന്ന പോയിൻറ്റ്സ് രണ്ടെണ്ണമുണ്ട്, 1,0,0 അതുപോലെ -1,0,0. രണ്ട് പോയിൻറ്റ്സിൽ നിന്നും ഒറിജിനിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്, √1 which is equal to 1 units. Then next question, find the maximum and minimum values of f of x, y, z equal to x minus 2y plus 5z on the sphere x square plus y square plus z square equal to 30. So given സ്പിയറിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് f of x, y, z equal to x minus 2y plus 5z എന്നുള്ള ഫംഗ്ഷൻ്റെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ g of x, y, z എന്നുള്ളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ മൈനസ് 30. സോ ഗിവൺ സ്പിയറിനെ, അതായത് x സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈക്വൽ ടു 30 എന്നുള്ള സ്പിയറിനെ
ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്നുള്ള ലെവൽ സർഫസ് ആയിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് 2y പ്ലസ് വൈ സെഡ് സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻ ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. ദെൻ ലഗ്രാഞ്ച് മൾട്ടിപ്ലൈസ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി, അതുപോലെ ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. ഈ രണ്ട് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള എക്സ്, വൈ, സെഡ് ആൻഡ് ലാംഡ കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് ആദ്യം എഫിൻ്റെയും ജിയുടെയും ഗ്രേഡിയൻ വെക്റ്റേഴ്സ് കാണാം. അതിനുവേണ്ടി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ള എഫ് എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു 1, എഫ് വൈ ഈക്വൽ ടു -2, എഫ് സെഡ് ഈക്വൽ ടു 5, ജി എക്സ് ഈക്വൽ ടു 2x, ജി വൈ ഈക്വൽ ടു 2y, ജി സെഡ് ഈക്വൽ ടു 2z. സോ ഗ്രേഡിയൻ വെക്റ്റർ ഓഫ് എഫ് del f ഈക്വൽ ടു i മൈനസ് 2j പ്ലസ് 5k, del g ഈക്വൽ ടു 2xi പ്ലസ് 2yj പ്ലസ് 2zk. ദെൻ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും, അതായത് del f ഈക്വൽ ടു ലാംഡ ഇൻറ്റു del g, അതിലെ del എഫിൻ്റെയും del ജിയുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ i മൈനസ് 2j പ്ലസ് 5k ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2xi പ്ലസ് 2yj പ്ലസ് 2zk, വിച്ച് ഇംപ്ലൈസ് 1 ഈക്വൽ ടു 2 ലാംഡ x, minus 2 equal to 2 lambda y and 5 equal to 2 lambda z. So which implies x equal to 1 by 2 lambda, y equal to minus 1 by lambda and z equal to 5 by 2 lambda. So del f equal to lambda into del g ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ x equal to 1 by 2 lambda, അതുപോലെ y equal to minus 1 by lambda and z equal to 5 by 2 lambda ഇതായിരിക്കണം. ദെൻ സെക്കൻഡ് ഇക്വേഷൻ, അതായത് g of x y z equal to 0 എന്നുള്ളതിൽ ഈ മൂന്ന് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 1 by 2 lambda ഹോൾ സ്ക്വയർ പ്ലസ് minus 1 by lambda ഹോൾ സ്ക്വയർ പ്ലസ് 5 by 2 lambda ഹോൾ സ്ക്വയർ ഈക്വൽ ടു 30, വിച്ച് ഇംപ്ലൈസ് 1 by 4 lambda സ്ക്വയർ പ്ലസ് 1 by lambda സ്ക്വയർ പ്ലസ് 25 by 4 lambda സ്ക്വയർ ഈക്വൽ ടു 30, വിച്ച് ഇംപ്ലൈസ് 30 divided by 4 lambda സ്ക്വയർ ഈക്വൽ ടു 30, which implies 30 equal to 120 lambda square. So lambda square equal to 30 divided by 120, which is equal to 1 by 4. So lambda equal to plus or minus 1 by 2. ലാംഡയ്ക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ലാംഡ ഈക്വൽ ടു 1 by 2, അതുപോലെ തന്നെ ലാംഡ ഈക്വൽ ടു മൈനസ് 1 by 2. ലാംഡ ഈക്വൽ ടു 1 by 2 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു 1 by 2 ലാംഡ, അതിൽ നിന്നും എക്സ് ഈക്വൽ ടു 1. അതുപോലെ വൈ ഈക്വൽ ടു മൈനസ് 1 by ലാംഡ എന്നുള്ളതിൽ നിന്നും വൈ ഈക്വൽ ടു -2. സെഡ് ഈക്വൽ ടു 5 by 2 ലാംഡ ആയതുകൊണ്ട് സെഡ് ഈക്വൽ ടു 5. അതുപോലെ ലാംഡ ഈക്വൽ ടു മൈനസ് 1 by 2 ആകുമ്പോൾ എക്സ് ഈക്വൽ ടു -1, വൈ ഈക്വൽ ടു 2 ആൻഡ് സെഡ് ഈക്വൽ ടു -5. സോ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ള ഫംഗ്ഷൻ എക്സ്ട്രീം വാല്യൂസ് അറ്റൈൻ ചെയ്യുന്ന വിധത്തിൽ രണ്ട് പോയിൻറ്റ്സ് നമുക്ക് കിട്ടി. 1, -2, 5, അതുപോലെ -1, 2, -5. ഈ രണ്ട് പോയിൻറ്റ്സിലാണ് എഫിൻ്റെ എക്സ്ട്രീം വാല്യൂസ് അറ്റൈൻ ചെയ്യുന്നത്. ദെൻ ഈ രണ്ട് പോയിൻറ്റ്സിലും നമുക്ക് എഫിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഓഫ് 1, -2, 5 എന്നുള്ളത് വരുന്നത് 30 ആണ്. അതുപോലെ എഫ് ഓഫ് -1, 2, -5 എന്നുള്ളത് -30 ആണ്. ദെൻ ഈ രണ്ട് പോയിൻറ്റ്സിലും എക്സ്ട്രീം വാല്യൂ അറ്റൈൻ ചെയ്യും എന്നുള്ളത് കൊണ്ട് ഈ രണ്ട് പോയിൻറ്റ്സിലും ഒന്നുകിൽ മാക്സിമം വാല്യൂ അതല്ലെങ്കിൽ മിനിമം വാല്യൂ എന്തായാലും അറ്റൈൻ ചെയ്യും എന്നുള്ളത് കൊണ്ട് എഫ് ഓഫ് 1, -2, 5 വിച്ച് ഇസ് ഈക്വൽ ടു 30 എന്നുള്ളത് എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. അതുപോലെ എഫ് ഓഫ് -1, 2, -5 ഈക്വൽ ടു -30 എന്നുള്ളത് എഫ് എന്നുള്ള ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ ആയിരിക്കും. എന്തായാലും എക്സ്ട്രീം വാല്യൂസ് അറ്റൈൻ ചെയ്യും. സോ രണ്ട് പോയിൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ വാല്യൂ നമുക്ക് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആണ് കിട്ടിയത്. സോ അതിൽ ഗ്രേറ്റസ്റ്റ് വാല്യൂ ആയിരിക്കും എഫിൻ്റെ മാക്സിമം വാല്യൂ, അതിലെ സ്മോളസ്റ്റ് വാല്യൂ ആയിരിക്കും എഫിൻ്റെ മിനിമം വാല്യൂ. സോ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് മൈനസ് 2y പ്ലസ് 5z എന്നുള്ള ഫംഗ്ഷൻ ഗിവൺ സ്ഫിയറിൽ, അതായത് x² + y² + z² ഈക്വൽ ടു 30 എന്നുള്ള സ്ഫിയറിൽ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ് 1, -2, 5ഉം കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം വാല്യൂ 30ഉമാണ്. അതുപോലെ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ് -1, -2, -5, മിനിമം വാല്യൂ വരുന്നത് -30. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് 3x - y + 6 ഓൺ ദി സർക്കിൾ x² + y² = 4. സോ x² + y² = 4 എന്നുള്ള സർക്കിളിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് 3x - y + 6ൻ്റെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ ടേക്ക് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3x - y + 6, അതുപോലെ തന്നെ ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു x² + y² - 4. സോ വി ഹാവ് ടു ഫൈൻഡ് ദി എക്സ്ട്രീം വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻറ്റ് ജി ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. ദെൻ ലഗ്രാഞ്ച് മൾട്ടിപ്ലൈസ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ we have to find the values of x, y and lambda satisfying the condition del f equal to lambda into del g and g of xy equal to 0.
സോ നമുക്ക് ആദ്യം എഫിൻ്റെയും ജിയുടെയും ഗ്രേഡിയൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാം. എഫ് എക്സ് എന്നുള്ളത് 3, എഫ് വൈ ഈക്വൽ ടു -1, ജി എക്സ് ഈക്വൽ ടു 2x, ജി വൈ ഈക്വൽ ടു 2y. സോ ഡെൽ എഫ് ഈക്വൽ ടു 3i - j, ഡെൽ ജി ഈക്വൽ ടു 2xi + 2yj. ദെൻ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും, അതായത് ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി, അതിൽ നിന്നും 3i - j ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2xi + 2yj, വിച്ച് ഇംപ്ലൈസ് 3 ഈക്വൽ ടു 2 ലാംഡ എക്സ് ആൻഡ് -1 ഈക്വൽ ടു 2 ലാംഡ വൈ, which implies x equal to 3/2 lambda and y equal to -1/2 lambda. So del f equal to lambda into del g ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ x equal to 3/2 ലാംഡയും അതുപോലെ y equal to -1/2 ലാംഡയും ആയിരിക്കണം. ദെൻ ഈ ഒരു കണ്ടീഷൻ രണ്ടാമത്തെ ഇക്വേഷനിൽ, അതായത് g of x y equal to 0 എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 3/2 lambda whole square plus -1/2 lambda whole square minus 4 equal to 0, which implies 9/4 lambda square plus 1/4 lambda square equal to 4, which implies 10 equal to 16 lambda square, which implies lambda square equal to 10/16. So lambda equal to plus or minus root of 10/16, which is equal to root 10 divided by 4. Then lambda equal to root 10 divided by 4 ആയിരിക്കുമ്പോൾ x equal to 3/2 into root 10 divided by 4, which is equal to 6/√10. അതുപോലെ y ഈക്വൽ ടു -1/2 ഇൻറ്റു റൂട്ട് 10 ഡിവൈഡഡ് ബൈ 4, വിച്ച് ഇസ് ഈക്വൽ ടു -2/√10. സോ ലാംഡ ഈക്വൽ ടു റൂട്ട് 10 ഡിവൈഡഡ് ബൈ 4 ആകുമ്പോൾ x ഈക്വൽ ടു 6/√10, അതുപോലെ y ഈക്വൽ ടു -2/√10. ദെൻ ലാംഡ ഈക്വൽ ടു -√10 ഡിവൈഡഡ് ബൈ 4 ആകുമ്പോൾ x ഈക്വൽ ടു -6 ഡിവൈഡഡ് ബൈ √10 ആൻഡ് y ഈക്വൽ ടു 2/√10. സോ എഫ് ഓഫ് എക്സ് വൈ എന്നുള്ള ഫംഗ്ഷൻ സർക്കിളിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ്ട്രീം വാല്യൂസ് അറ്റൈൻ ചെയ്യുന്ന വിധത്തിൽ രണ്ട് പോയിൻറ്റ്സ് ആണുള്ളത്, 6/√10, -2/√10 ആൻഡ് -6/√10, 2/√10. ദെൻ ഈ രണ്ട് പോയിൻറ്റ്സിലും എഫിൻ്റെ വാല്യൂസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ എഫ് ഓഫ് 6/√10, -2/√10, വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 6/√10 പ്ലസ് 2/√10 പ്ലസ് 6, വിച്ച് ഇസ് ഈക്വൽ ടു 6 + 2√10. അതുപോലെ സെക്കൻഡ് പോയിൻറ്റിൽ എഫിൻ്റെ വാല്യൂ വരുന്നത് എഫ് ഓഫ് -6 ഡിവൈഡഡ് ബൈ √10, 2/√10, which is equal to 3 into -6/√10 -2/√10 plus 6, which is equal to 6 - 2√10. സോ രണ്ട് പോയിൻറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് എഫിന് ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് കിട്ടിയിട്ടുള്ളത്. എഫിന് ഈ രണ്ട് പോയിൻറ്റ്സിനും എക്സ്ട്രീം വാല്യൂസ് അറ്റൈൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട്, രണ്ടിലും ഡിഫറെൻറ്റ് വാല്യൂസ് ആയതുകൊണ്ട് ഇതിലെ മാക്സിമം വാല്യൂ ആയിരിക്കും എഫിന് ഗിവൺ സർക്കിളിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം വാല്യൂ. അതുപോലെ ഇതിലെ മിനിമം വാല്യൂ ആയിരിക്കും എഫിന് ഗിവൺ സർക്കിളിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം വാല്യൂ. സോ x² + y² ഈക്വൽ ടു 4 എന്നുള്ള സർക്കിളിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 3x - y + 6 എന്നുള്ള ഫംഗ്ഷൻ മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് 6/√10, -2/√10 എന്നുള്ള പോയിൻറ്റിലാണ്. കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സിമം വാല്യൂ 6 + 2√10 ആണ്. അതുപോലെ എഫ് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്നത് -6/√10, 2/√10 എന്നുള്ള പോയിൻറ്റിൽ. കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ മിനിമം വാല്യൂ 6 - 2√10, അതാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി പോയിൻറ്റ്സ് ഓൺ ദി കോൺ x² ഈക്വൽ ടു y² + z² നിയറസ്റ്റ് ടു ദി പോയിൻറ്റ് 0,1,3. സോ 0,1,3 എന്നുള്ള പോയിൻറ്റിനോട് നിയറസ്റ്റ് ആയിട്ട് കിടക്കുന്ന x² ഈക്വൽ ടു y² + z² എന്നുള്ള കോണിലെ പോയിൻ്റ്, അതല്ലെങ്കിൽ പോയിൻറ്റ്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഗിവൺ പോയിൻ്റ് 0,1,3 എന്നുള്ള എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതുപോലെ x² ഈക്വൽ ടു y² + z² എന്നുള്ള കോണിലെ ആർബിട്രറി ആയിട്ടുള്ളൊരു പോയിൻ്റ് PXYZ. ദെൻ ആ രണ്ട് പോയിൻറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് വരുന്നത് മോഡുലസ് ഓഫ് വെക്റ്റർ AP, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x - 0 ഹോൾ സ്ക്വയർ പ്ലസ് y - 1 ഹോൾ സ്ക്വയർ പ്ലസ് z - 3 ഹോൾ സ്ക്വയർ, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x² + y - 1 സ്ക്വയർ പ്ലസ് z - 3 സ്ക്വയർ. സോ നമുക്ക് മോഡുലസ് ഓഫ് വെക്റ്റർ AP ഗിവൺ കോണിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ എഫ് ഓഫ് XYZ ഈക്വൽ ടു x² + y - 1 ഹോൾ സ്ക്വയർ പ്ലസ് z - 3 ഹോൾ സ്ക്വയർ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഫംഗ്ഷൻ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്സിലെല്ലാം മോഡുലസ് ഓഫ് വെക്റ്റർ AP, അതായത് റൂട്ട് ഓഫ് x² + y - 1 ഹോൾ സ്ക്വയർ പ്ലസ് z - 3 ഹോൾ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷനും മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യും എന്നുള്ളത് കൊണ്ട് നമുക്ക് എഫ് ഓഫ് XYZ ഈക്വൽ ടു x² + y - 1 ഹോൾ സ്ക്വയർ പ്ലസ് z - 3 ഹോൾ സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ്റെ ഗിവൺ കോണിലെ പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്സ് കണ്ടുപിടിച്ചാൽ മതി. ദെൻ g ഓഫ് XYZ ഈക്വൽ ടു x² - y² - z² എന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഗിവൺ കോണിനെ നമുക്ക് g ഓഫ് XYZ ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ
ഡിനോട്ട് ചെയ്യാവുന്നതാണ്. സോ വി ഹാവ് ടു ഫൈൻഡ് ദി മിനിമം വാല്യൂ ഓഫ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 3 ഹോൾ സ്ക്വയർ സബ്ജക്റ്റ് ടു ദി കൺസ്ട്രെയിൻ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 0, അതായത് ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0. സോ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലൈസ് മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി, അതുപോലെ ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0, ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലുള്ള എക്സ് വൈ സെഡ് ആൻഡ് ലാംഡ കണ്ടുപിടിച്ചാൽ മതി. സോ നമുക്ക് ആദ്യം എഫിൻ്റെയും ജിയുടെയും ഗ്രേഡിയൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്നുള്ളത് 2x, എഫ് വൈ ഈക്വൽ ടു 2 ഇൻറ്റു വൈ മൈനസ് 1, എഫ് സെഡ് ഈക്വൽ ടു 2 ഇൻറ്റു സെഡ് മൈനസ് 3, ദെൻ ജി എക്സ് ഈക്വൽ ടു 2x, ജി വൈ ഈക്വൽ ടു മൈനസ് 2y, ജി സെഡ് ഈക്വൽ ടു മൈനസ് 2z. സോ ഗ്രേഡിയൻ വെക്ടർ ഓഫ് എഫ് ഡെൽ എഫ് ഈക്വൽ ടു 2xi പ്ലസ് 2 ഇൻറ്റു വൈ മൈനസ് 1j പ്ലസ് 2 ഇൻറ്റു സെഡ് മൈനസ് 3k. അതുപോലെ ഗ്രേഡിയൻ വെക്ടർ ഓഫ് ജി ഡെൽ ജി ഈക്വൽ ടു 2xi മൈനസ് 2yj മൈനസ് 2zk. ദെൻ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നും, അതായത് ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി, അതിൽ നിന്നും 2xi പ്ലസ് 2 ഇൻറ്റു വൈ മൈനസ് 1j പ്ലസ് 2 ഇൻറ്റു സെഡ് മൈനസ് 3k ഈക്വൽ ടു ലാംഡ ഇൻറ്റു 2xi മൈനസ് 2yj മൈനസ് 2zk, which implies 2x equal to 2 lambda x, 2 into y minus 1 equal to minus 2 lambda y, and 2 into z minus 3 equal to minus 2 lambda z. Then first equation നിന്നും, അതായത് 2x equal to 2 lambda x, ആ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ x equal to 0 or lambda equal to 1. Then second ഇക്വേഷനിൽ നിന്നും 2y plus 2 lambda y minus 2 equal to 0. തേർഡ് ഇക്വേഷനിൽ നിന്നും z plus lambda z minus 3 equal to 0. സെക്കൻഡ് ഇക്വേഷൻ അറേഞ്ച് ചെയ്യുമ്പോൾ y ഈക്വൽ ടു 1/1 പ്ലസ് ലാംഡ. തേർഡ് ഇക്വേഷൻ അറേഞ്ച് ചെയ്യുമ്പോൾ z ഈക്വൽ ടു 3/1 പ്ലസ് ലാംഡ. സോ ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ x ഈക്വൽ ടു 0 ഓർ ലാംഡ ഈക്വൽ ടു 1. ദെൻ y ഈക്വൽ ടു 1/1 പ്ലസ് ലാംഡ, അതെന്തായാലും ഹോൾഡ് ചെയ്യേണ്ട കാര്യമാണ്. z ഈക്വൽ ടു 3/1 പ്ലസ് ലാംഡ. സോ ഡെൽ എഫ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡെൽ ജി ആകണമെങ്കിൽ സെക്കൻഡും തേർഡും കണ്ടീഷൻസും എന്തായാലും ഹോൾഡ് ചെയ്യണം. അതായത് y ഈക്വൽ ടു 1/1 പ്ലസ് ലാംഡയും z ഈക്വൽ ടു 3/1 പ്ലസ് ലാംഡയും എന്തായാലും ആയിരിക്കണം. ഫസ്റ്റ് കണ്ടീഷനിൽ രണ്ട് ചോയ്സ് ഉണ്ട്, ഒന്നുകിൽ x ഈക്വൽ ടു 0 ഓർ ലാംഡ ഈക്വൽ ടു 1. ദെൻ അതിൽ ആദ്യത്തെ ചോയ്സ് നോക്കാം. x ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ g ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്നുള്ളതിൽ നിന്നും y സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 0, ആ ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യണമെങ്കിൽ yയും സെഡും 0 ആയിരിക്കണം. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന പോയിൻറ്റ് 0,0,0. ദെൻ സെക്കൻഡ് ചോയ്സ്, അതായത് ലാംഡ ഈക്വൽ ടു 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ വരുന്നത് 1/1 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 1/2. സെഡ് ഈക്വൽ ടു 3/1 പ്ലസ് 1 വിച്ച് ഇസ് ഈക്വൽ ടു 3/2. ദെൻ y ഈക്വൽ ടു 1/2, സെഡ് ഈക്വൽ ടു 3/2 എന്നുള്ളത് സെക്കൻഡ് ഇക്വേഷന്, അതായത് ജി ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു 0 എന്നുള്ളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ x square equal to y square plus z square, which implies x square equal to 1/2 whole square plus 3/2 whole square, which implies x square equal to 10/4, അതായത് x square equal to 5/2, which implies x equal to plus or minus root of 5/2. സോ ലാംഡ ഈക്വൽ ടു 1 ആകുമ്പോൾ എക്സിന് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. x ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 5/2, y ഈക്വൽ ടു 1/2, z ഈക്വൽ ടു 3/2. സോ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് രണ്ട് പോയിൻറ്റ്സ് കിട്ടും. റൂട്ട് ഓഫ് 5/2, 1/2, 3/2, അതുപോലെ മൈനസ് റൂട്ട് ഓഫ് 5/2, 1/2, 3/2. ഓൾറെഡി നമുക്കൊരു പോയിൻ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒറിജിൻ 0,0,0 എന്നുള്ള പോയിന്റിലും നമുക്ക് എക്സ്ട്രീം വാല്യൂ അറ്റൈൻ ചെയ്യുന്നതാണ്. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് 3 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ദെൻ ഈ 3 പോയിൻറ്റ്സിനും എഫിൻ്റെ വാല്യൂസ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഒറിജിനിൽ എഫിൻ്റെ വാല്യൂ വരുന്നത് റൂട്ട് ഓഫ് 1 + 9 വിച്ച് ഇസ് ഈക്വൽ ടു √10. ദെൻ ഈ രണ്ട് പോയിൻറ്റ്സിനും, അതായത് റൂട്ട് ഓഫ് 5/2, 1/2, 3/2, അതുപോലെ മൈനസ് ഓഫ് റൂട്ട് ഓഫ് 5/2, 1/2, 3/2, ഈ രണ്ട് പോയിൻറ്റ്സിനും എഫിന് സെയിം വാല്യൂ ആണ്. അത് വരുന്നത് റൂട്ട് ഓഫ് 5/2 + 1/4 + 9/4 വിച്ച് ഇസ് ഈക്വൽ ടു √10 ഡിവൈഡഡ് ബൈ √2. സോ എക്സ്ട്രീം വാല്യൂസ് അറ്റൈൻ ചെയ്യുന്ന 3 പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചപ്പോൾ അതിൽ മിനിമം വാല്യൂ വന്നത് 2 പോയിൻറ്റ്സിലാണ്. അതായത് റൂട്ട് ഓഫ് 5/2, 1/2, 3/2, അതുപോലെ മൈനസ് ഓഫ് റൂട്ട് ഓഫ് 5/2, 1/2, 3/2, ഈ 2 പോയിൻറ്റ്സിനുമാണ് എഫിന് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്തത് √10 ഡിവൈഡഡ് ബൈ √2. സോ അതാണ് എക്സ്ട്രീം വാല്യൂസിൽ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്. മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻ്റാണ് ഒറിജിൻ, അതായത് 0,0,0 എന്നുള്ള പോയിൻറ്റ്. ഗിവൺ കോണിലെ പോയിൻ്റ് തന്നെയാണ്, പക്ഷേ അവിടെ
എഫിന് മാക്സിമം വാല്യൂ ആണ് അറ്റൈൻ ചെയ്യുന്നത്. നമ്മളോട് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. സോ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ള ഫംഗ്ഷൻ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അതുതന്നെ ആയിരിക്കും മോഡുലസ് ഓഫ് വെക്റ്റർ എ പി എന്നുള്ള ഫംഗ്ഷൻ്റെ മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന പോയിൻറ്റ്സും. അതായത് 0,1,3 എന്നുള്ള പോയിൻറ്റിൽ നിന്നും x² = y² + z² എന്നുള്ള കോണിലെ ആർബിട്രറി ആയിട്ടുള്ള ഒരു പോയിൻറ്റ് പി ഓഫ് എക്സ് വൈ സെഡ് എന്നുള്ള പോയിൻറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് മോഡുലസ് ഓഫ് വെക്റ്റർ എ പി. അത് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യുന്ന വിധത്തിൽ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ആ 2 പോയിൻറ്റ്സ് ആയിരിക്കും ഗിവൺ കോണിലെ 0,1,3 എന്നുള്ള പോയിൻറ്റിനോട് ക്ലോസസ്റ്റ് ആയിട്ട് കിടക്കുന്ന പോയിൻറ്റ്സ്.